ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. നമുക്കറിയാം ഡിസംബർ 14-നാണ് സിടെറ്റിന്റെ എക്സാം നടക്കാൻ പോകുന്നത്. 2 കാറ്റഗറിയിലായിട്ടാണ് എക്സാം. സിടെറ്റ് പേപ്പർ 1ഉം അതുപോലെ തന്നെ സിടെറ്റ് പേപ്പർ 2ഉം. സിടെറ്റ് പേപ്പർ 2-ൽ തന്നെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് സോഷ്യൽ സയൻസും ഒന്ന് മാത്സ് ആൻഡ് സയൻസും. അപ്പോൾ മാത്സ് ആൻഡ് സയൻസിലെ മാത്സിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ഭാഗത്തുനിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഏതൊക്കെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 2016 നടന്ന സിടെറ്റിന്റെ പേപ്പർ 2 മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷനിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അബി ഈസ് twice as old as his daughter. 5 years ago, his age was 4 times his daughter's age. If the present age of daughter is x years, then dash. Options തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് 4 into x plus 5 equal to 2 into 2x minus 5. Second option 2 into x minus 5 equal to 4 into 2x plus 5. Option C 2 into x minus 5 equal to 4 into 2x minus 5. Option D 4 into x minus 5 equal to 2x minus 5. ഇത് ഓൾജിബ്ര പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സിറ്ററ്റ് പേപ്പർ 2-ന് മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷൻ എടുത്ത ഒരാൾ പ്രിപ്പയർ ചെയ്യേണ്ടത് 6th മുതൽ 10th വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. സിലബസിൽ ഏതൊക്കെ ടോപ്പിക് വരുന്നുണ്ടോ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എത്ര ചാപ്റ്റേഴ്സ് നമ്മുടെ സിലബസിലുണ്ട്, NCERT സിലബസിൽ ഉണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്യണം. അതിലത്തെ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് പഠിപ്പിക്കാൻ പോകുന്നത് 6th to 8th വരെയുള്ള കുട്ടികളെയാണ്. അപ്പോൾ NCERT ബുക്കുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അബി ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹിസ് ഡോട്ടർ. അബിയുടെ ഏജ് എന്ന് പറയുന്നത് ഡോട്ടറിന്റെ ഏജിന്റെ 2 times ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 years ago, 5 വർഷം മുൻപ്, ഹിസ് ഏജ് വാസ്, അയാളുടെ ഏജ് എന്ന് പറയുന്നത് ഡോട്ടറിന്റെ ഏജിന്റെ 4 times ആയിരുന്നു. ഇഫ് ദ പ്രസന്റ് ഏജ് ഓഫ് ഡോട്ടർ ഇസ് എക്സ്, പ്രസന്റ് ഏജ് ഓഫ് ഡോട്ടർ മകളുടെ ഏജ്, ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് x years ആണെങ്കിൽ എന്താണ് ആ ഏജുകൾ തമ്മിലുള്ള റിലേഷൻ? 5 years ago ഉള്ള അവരുടെ ഏജുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡോട്ടറിന്റെ ഏജ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഡോട്ടറിന്റെ ഏജ് എന്ന് പറയുന്നത് x ആണ് അല്ലേ? അപ്പൊ ഫാദറിന്റെ ഏജ് എന്തായിരിക്കും? ട്വൈസ് എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് 2x ആയിരിക്കും. 5 years ago, 5 years ago എന്ത് പറ്റും? 5 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ ഏജ് തന്നെ ആയിരിക്കുമോ? ഇല്ല. ഇപ്പോ 20 വയസ്സുണ്ടെങ്കിൽ 5 വർഷം മുൻപ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും? 15. അതിന് 5 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ അതേപോലെ തന്നെയാണ് 5 years ago ഡോട്ടറിന്റെ ഏജ് എന്ന് പറയുന്നത് x minus 5 ആണ്. ഡോട്ടറിന്റെ ഏജ്, അതാണ് ഞാൻ D എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 2x minus 5 ആണ്. അവിടെയും ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. 5 years ago his age was, അയാളുടെ ഏജ് എത്രയാണ്? 2x minus 5. 2x minus 5 എന്ന് പറയുന്നത് 4 times of his daughter's age. ഡോട്ടറിന്റെ ഏജിന്റെ 4 times ആണ്. ഡോട്ടറിന്റെ ഏജ് എന്താ? x minus 5. അപ്പൊ 4 into x minus 5. x minus 5 ആണ് ഡോട്ടറിന്റെ ഏജ്. അതിന്റെ 4 times എന്ന് പറയുമ്പോൾ 4 into x minus 5. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ തോന്നും ഇവിടെ ആൻസർ ഇല്ലല്ലോ. ഒന്ന് 4 into x plus 5 ആണ്, ഈസ് ഈക്വൽ ടു 2 into 2x minus 5. പിന്നത്തെ ഓപ്ഷൻ വരുന്നത് 2 into x minus 5 equal to 4 into 2x plus 5 ആണ്. അതുമല്ല. അപ്പോൾ ഈ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. 4 into x minus 5-നെ ലെഫ്റ്റ് സൈഡിലും 2x minus 5-നെ റൈറ്റിലോട്ടും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ മിസ്റ്റേക്ക് നമ്മൾ എപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് പോയിന്റ് എന്ന് പറയുന്നത് ആരുടെ ഏജ് എക്സ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് എപ്പോഴും പ്രശ്നം വരിക. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും മോർ ദാൻ അങ്ങനെയൊക്കെ ആരുടേതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? അവരുടെ ഏജ്, മോർ ദാൻ എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ള വേർഡ് ഏത് ആളുടെ കൂടെയാണോ അതിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ചിലപ്പോൾ ക്വാണ്ടിറ്റി ആയിരിക്കാം, ഏജ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അതിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എക്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നു, ദെൻ ഇക്വേഷൻ ഫോം ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമ്മളോട് സൊല്യൂഷൻ ചോദിച്ചിട്ടില്ല. ഫാദറിന്റെ ഏജോ ഡോട്ടറിന്റെ ഏജോ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല.
5 years ago അവരുടെ ഏജുകൾ തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താണ് ആൻസർ? 4 into x minus 5 equal to 2x minus 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2 sides of a right triangle measures 15 centimeter and 17 centimeter. Which of the following statements can be true of the length of the third side of the triangle? First statement, it is between 4 centimeter and 7 centimeter. It is between 20 and 23 centimeter. It is less than 10 centimeter. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ബി ആൻഡ് സി ഓൺലി, അതായത് ബിയും സിയും കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ എ ആൻഡ് സി ഓൺലി. തേർഡ് ഓപ്ഷൻ ബി ഓൺലി. ഫോർത്ത് ഓപ്ഷൻ എ ആൻഡ് ബി ഓൺലി. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സൈഡിനെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുക്കാം. തന്നിരിക്കുന്നതിലെ ഏറ്റവും വലിയ സൈഡിനെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുക്കാം. സോ 17 ആണ് ഹൈപ്പോട്ടന്യൂസ്. ബേസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 17 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ, അതായത് altitude is equal to square root of hypotenuse square minus base square. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ 289 മൈനസ് 225 എന്ന് വരും. 17ന്റെ സ്ക്വയർ 289, 15ന്റെ സ്ക്വയർ 225. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്നാണ് നമുക്ക് കിട്ടുക. 84 അല്ല 64 എന്നാണ് നമുക്ക് കിട്ടുക. 9 നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 4, 8 നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 6. 64 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ള ആൻസർ. സ്ക്വയർ റൂട്ട് ഓഫ് 64, അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 സെന്റിമീറ്റർ എന്ന് വന്നു. അപ്പോൾ ഇതിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം ഈ 8 സെന്റിമീറ്റർ എന്നതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് ലെസ് ദാൻ 10 സെന്റിമീറ്റർ. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു പോസിബിലിറ്റി ആണ്. ഒരു പോസിബിലിറ്റിയും കൂടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് തന്നിരിക്കുന്ന രണ്ട് മെഷർമെന്റ്സ് ബേസും ഓൾട്ടിറ്റ്യൂഡും ആയിട്ട് എടുക്കുക. അതായത് 15 സെന്റിമീറ്ററും 17 സെന്റിമീറ്ററും ബേസും ഓൾട്ടിറ്റ്യൂഡും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? എങ്ങനെയാണ് ഹൈപ്പോട്ടന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് 15 സ്ക്വയർ പ്ലസ് 17 സ്ക്വയർ. 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. അതുപോലെ തന്നെ 17ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ്. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 9 5 അല്ലെ, 9 + 5 14 വരും. 1 ബാലൻസ് വരും. ഇവിടെ 8 + 2 10 ആണ്. 10 + 1 11 ആണ്. 1 ബാലൻസ് വരും. അപ്പോൾ 514 എന്ന് വരും. അപ്പോൾ ഈ 514ന്റെ സ്ക്വയർ റൂട്ട് എന്തായാലും ഏതിനിടയിൽ വരില്ല? 4 സെന്റിമീറ്ററിനും 7 സെന്റിമീറ്ററിനും ഇടയിൽ വരില്ല. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. Then between 20 and 23 വരാൻ 20ക്കും 23യുടെ ഇടയിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം. 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണെന്ന് നമുക്കറിയാം. 23ന്റെ സ്ക്വയർ എത്രയാണ്? ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 3 3s are 9, 2 3s are 6, 2 3s are 6, 2 2s are 4. അപ്പൊ അവിടെ വരിക 529 എന്നാണ് വരിക. അപ്പോ ഈ 514 എന്ന് പറയുന്നത് 400നും 529നും ഇടയിലല്ലേ? അതിനർത്ഥം ഈ 514ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 20ക്കും 23ക്കും ഇടയിലാണ് വരുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്? ഓപ്ഷൻ 1 ബി ആൻഡ് സി ഓൺലി. ഫസ്റ്റ് ഓപ്ഷൻ ബി ആൻഡ് സി ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ജോമെട്രി ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ജോമെട്രിക്ക് നല്ല രീതിയിൽ വെയിറ്റേജ് വരുന്നുണ്ട്. ആ ഭാഗം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഒരുപാട് പ്രൂഫുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, തിയറംസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് എ സർക്കിൾ whose perimeter is 65 centimeter. If the base of the triangle is 8 centimeter, then the corresponding height in centimeter is. ഇതും ജോമെട്രി ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. പക്ഷെ ആ സർക്കിളിന്റെ ഏരിയ നമുക്ക് തന്നിട്ടില്ല, പകരം പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണെന്ന് നമുക്കറിയാം. ആ 2πr ആണ് എന്ത്? 6π എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് r കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം പൈയും കട്ട് ചെയ്ത് പോവും. 2r = 6 ആണ്. r = 6/2, ദാറ്റ് ഈസ് 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ആ സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്
പൈ ആർ സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് പൈ ഇൻറ്റു 3 സ്ക്വയർ. 3 സ്ക്വയർ 9 ആണ്. സോ 9 പൈ എന്ന് വരും. ആ 9 പൈ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വലന്റ് ആണ്. എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? ഹാഫ് ബി എച്ച്. ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത് 9 പൈക്ക് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് ദ ബേസ് ഓഫ് ദ ട്രയാങ്കിൾ ഇസ് 8 സെന്റിമീറ്റർ, അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു 9 പൈ. ഇനി 2ഉം 8ഉം തമ്മിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ എന്ത് വരും? 4 വരും. 4h എന്ന് പറയുന്നത് 9 പൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 9 പൈ ഡിവൈഡഡ് ബൈ 4. ഈ 9നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 4s are 8 ആണ്. 1 ബാലൻസ് വരും അല്ലേ? അപ്പൊ നമുക്കിതൊന്നും ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ സൈഡിൽ ചെയ്യാം. അതല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷനിൽ ചെയ്താലും മതി, കുഴപ്പമില്ല. 2 4s are 8 വരും. 1 റിമൈൻഡർ, 1ൽ ഡിവിസിബിൾ അല്ല, 0 ഇട്ടു, 0 ഇവിടെ ഇട്ടു, 10 ഇട്ടു. 4 2s are 8, then 2 20ൽ 5 4s are 20. അപ്പോൾ 2.25 പൈ എന്ന് കിട്ടി. അതായത് ഹൈറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ 2.25 പൈ സെന്റിമീറ്റർ ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൽ 3 ഫോർമുലാസ് ആണ് വരുന്നത്. ഒന്ന് പെരിമീറ്റർ ഓഫ് സർക്കിൾ, ഒന്ന് ഏരിയ ഓഫ് സർക്കിൾ, ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇത്രയും കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A tank is in the shape of a cuboid. It holds a maximum of 540 cubic meter water. If the tank is 8 meter long and 15 meter wide, then how many meter deep must the water be when the tank is 2/3 full? അപ്പം ഒരു ടാങ്കിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ക്യൂബോയിഡ് ആണ്. അതിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 540 ക്യൂബിക് മീറ്റർ ആണ്. ഈ ക്യൂബിക് മീറ്റർ എന്ന് കണ്ടാൽ ഒന്നും നോക്കണ്ട, ഇത് വോളിയം ആണ്. ദെൻ ആ ടാങ്കിന്റെ ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 8 മീറ്റർ ആണ് ലെങ്ത്, 15 മീറ്റർ വിഡ്ത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൗ മെനി മീറ്റർ ഡീപ്പ് മസ്റ്റ് ബി, എത്ര മീറ്റർ ഡെപ്ത് ഉണ്ടായിരിക്കും വെൻ ദ ടാങ്ക് ഇസ് 2/3 ഫുൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വോളിയം ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ആ വാല്യൂ ആണ് നമുക്ക് 540 ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. ലെങ്ത്തും അറിയാം, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് അറിയാം. അപ്പോൾ 8 ഇൻറ്റു 15 ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു 540. ഇനി ഇതിൽ നിന്ന് നമുക്ക് എച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. എച്ച് ഇസ് ഈക്വൽ ടു 540. ഇവിടെ ഇൻറ്റു ആണ്, ലെഫ്റ്റ് സൈഡിൽ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. 8 ഇൻറ്റു 15 എന്ന് വരും. ദെൻ ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പൊ 540 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 15. നമ്മൾ ഇത് രണ്ടും 4ൽ കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ 4 2s are 8. ഇവിടെ എന്ത് വരും? 1 4s are 4, 1 ബാലൻസ് വരും. 14ൽ 3 4s are 12, then 2 ബാലൻസ്. 20ൽ എത്ര ടൈംസ് ആണ്? 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 5 ടൈംസ് വരും. 5 4s ആണ് 20. അപ്പോൾ 135 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 15 ആണ്. 2ഉം 135ഉം പോസിബിൾ അല്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ 15ഉം 135ഉം നമ്മൾ എന്തിൽ കട്ട് ചെയ്യുന്നു? 5ൽ കട്ട് ചെയ്യുന്നു. അപ്പോ 3 5s are 15. ഇവിടെ 2 5s are 10. ബാക്കി 3 വരും. 35ൽ 7 5s are 35. അപ്പൊ 27 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 ആണ്. ഈ 3ഉം 27ഉം നമുക്ക് എന്തിൽ കട്ട് ചെയ്യാം? 3ൽ കട്ട് ചെയ്യാം. അപ്പൊ അവിടെ 9 വരും. സോ എച്ച് ഈക്വൽ ടു 9/2 എന്ന് കിട്ടി. എച്ച് 9/2 ആണ്. ഇനി ഹൗ മെനി മീറ്റർ ഡീപ്പ് must the water be when the tank is 2/3 full? 2/3 full ആവുമ്പോൾ അവിടുത്തെ ആ വാട്ടർ എത്ര ഡെപ്തിലായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 9/2 ഇൻറ്റു ഈ 2/3 ഫുൾ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, ഇൻറ്റു 2/3 എന്ന് കൊടുക്കുക. അപ്പോൾ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി. 9 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 3 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. If x root 243 equal to y root 867, where x and y are coprime numbers, then the value of x minus y is. ഇത് നമ്മളെ നമ്പർ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്.
ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 243 ഇസ് ഈക്വൽ ടു y ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 867. ഇത് രണ്ടും കോപ്രൈം നമ്പേഴ്സ് ആണ്. എന്താണ് കോപ്രൈം നമ്പേഴ്സ്? ആ രണ്ട് നമ്പേഴ്സിനും കോമൺ ആയിട്ട് 1 മാത്രം ഫാക്ടർ വരുന്നതിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ റൂട്ട് വരുന്നുണ്ട്. സോ എന്ത് ചെയ്യണം? ആ റൂട്ട് കളയാനായിട്ട് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 243 ഇസ് ഈക്വൽ ടു y സ്ക്വയർ ഇൻറ്റു 867. അപ്പോ ഇനി എന്ത് ചെയ്യാ? ഈ എക്സ് സ്ക്വയറും വൈ സ്ക്വയറിനെയും അടുപ്പിച്ചെഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ divided by y square is equal to 867 divided by 243. ഇനി ഇത് ഏതിലെങ്കിലും ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ 2ൽ എന്തായാലും ഡിവിസിബിൾ അല്ല, 3ൽ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. 8 പ്ലസ് 6 എന്ന് പറയുന്നത് 14 ആണ്. 14 പ്ലസ് 7 21 ആണ്. അതേപോലെ തന്നെ ഇവിടെയും 4 പ്ലസ് 2 6 ആണ്. 6 പ്ലസ് 3 9 ആണ്. അപ്പൊ നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 3 കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. 2 3s are 6. Then 2 ബാലൻസ് വരും. അപ്പോൾ 26 ആവുമ്പോൾ 8 3s are 24. 2 ബാലൻസ് 27ൽ 9 3s are 27. 289 എന്ന് കിട്ടി. ഡിനോമിനേറ്ററിലും ഇതുപോലെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 81 എന്ന് കിട്ടും. ഈ 289ഉം 81ഉം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ട് എടുക്കാം. ടേക്കിംഗ് സ്ക്വയർ റൂട്ട്. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എക്സും വൈ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് വൈയും ആണ്. ദെൻ 289ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 17 ആണ്. 81ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? എക്സ് മൈനസ് വൈ ആണ് വേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 17ഉം വൈ ഈക്വൽ ടു 9ഉം ആണ്. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 17 മൈനസ് 9 8 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഈ 243ഉം 867ഉം കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ, ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. അവിടെ ആ സ്ക്വയർ ആദ്യം കളയുക, അതിനുശേഷം കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. നമുക്കറിയാം സീറ്ററ്റിന്റെ എക്സാം വരുന്നത് ഡിസംബർ 14th ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പലരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ പഠനം എവിടെയും എത്തിയിട്ടുണ്ടാവില്ല. ഇനിയും കുറെ പോർഷൻസ് പെൻഡിങ് ഉണ്ടായിരിക്കും. എങ്ങനെ പഠിക്കണം എന്നറിയുന്നുണ്ടാവില്ല. പലതവണ പഠിച്ചിട്ട് മറന്നു പോകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതായത് നമ്മൾ കുറച്ച് ഒരു ടോപ്പിക് പഠിക്കും, സൈക്കോളജി പഠിക്കും, പിന്നെ കുറച്ച് പോയിട്ട് മാത്സ് പഠിക്കും, പിന്നെ കുറച്ച് സയൻസ് പഠിക്കും, പിന്നെ കുറച്ച് പെഡഗോഗി പഠിക്കും. അങ്ങനെ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ അതിനായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു 30 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ്. 30 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്യാം, അതുപോലെ തന്നെ റിവിഷൻ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് മോഡൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെ പാസ്സാവാനായിട്ട്. നമുക്കറിയാം ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് 90 മാർക്കാണ്. അതിൽ കൂടുതൽ മാർക്ക് വാങ്ങി നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ടൊരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്ത് തരും. ആ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ അതിന്റെ PDF നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ ഏതൊക്കെ ടോപ്പിക്കാണോ ഉള്ളത്, നിങ്ങൾ എന്തൊക്കെ കണ്ടന്റ് ആണോ പഠിച്ചത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും. ലൈവ് സെഷനിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനുമാണ് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് മാറി വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പുതിയതായി ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഓരോ ദിവസവും പഠിക്കേണ്ട ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു. ആ പഠിച്ച ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ എക്സാമുകൾ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ അതാത് ദിവസം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഒപ്പം ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരാഴ്ച നമ്മൾ പഠിച്ച കണ്ടന്റ് എന്തൊക്കെയാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ എക്സാമുകളും ആ വീക്കെൻഡിൽ ഉണ്ടായിരിക്കും. എത്രത്തോളം നിങ്ങൾ റിവിഷൻ ചെയ്യുന്നു, നമ്മൾ എത്രത്തോളമാണ് റിവിഷൻ ചെയ്ത് പഠിക്കുന്നത്, അത്രയും ആ ടോപ്പിക് നമുക്ക് തരുമായിരിക്കും. കാരണം നമുക്കറിയാം ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ്.
ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. വളരെ കുറച്ച് സമയമേ നമുക്ക് ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്താൽ മാത്രമേ അതിനായിട്ട് സാധിക്കുള്ളൂ. ഒപ്പം നമ്മൾ മോഡൽ എക്സാമുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു, സിലബസ് എല്ലാം കവർ ചെയ്തു, റിവിഷൻ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ടാണ് സിടെറ്റിന്റെ എക്സാം ഫേസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതായത് എങ്ങനെയാണോ സിടെറ്റിന്റെ എക്സാം 150 മാർക്കിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ 150 മാർക്കിനുള്ള എക്സാം ആ ഒരു ടൈം ലിമിറ്റ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എവിടേക്കാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്, എന്താ ടൈം മാനേജ്മെന്റ് ആണോ പ്രശ്നം, അതോ നമുക്ക് ക്വസ്റ്റ്യൻസ് മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ മോഡൽ എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെന്റർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മെന്ററിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സിടെറ്റ് പേപ്പർ 2 മാത്സ് ആൻഡ് സയൻസിലെ 2016 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്കറിയാം ഏതൊക്കെ ഭാഗത്തു നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ജോമെട്രിക്ക് നല്ല രീതിയിൽ വെയിറ്റേജ് വരുന്നുണ്ട്, ആ ഭാഗം കൃത്യമായിട്ട് പഠിക്കണം. അതോടൊപ്പം തന്നെ 6, 7, 8, 9, 10 ക്ലാസ്സുകളിലെ NCERT ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കണം. കാരണം ആ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പൊ മാത്സും സയൻസും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ഡെപ്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പഠിച്ചു തുടങ്ങാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്